ഇറാഖിൽ യുദ്ധം വരാൻ പോകുന്നുവെന്ന കാര്യം ഏതാണ്ടുറപ്പായി. 2003 ജനുവരിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷ് സദ്ദാം ഹുസൈനോട് ഇങ്ങനെ നിർദ്ദേശിച്ചു: ഒന്നുകിൽ ഇറാഖിന്റെ കൈവശമുള്ള ആയുധങ്ങൾ പൂർണ്ണമായും നശിപ്പിക്കണം, അല്ലെങ്കിൽ ഉടൻ തന്നെ സദ്ദാം ഇറാഖ് വിട്ടു പോകണം. ഇതോടെ മധ്യപൂർവ്വദേശത്ത് ഒരു യുദ്ധത്തിനുള്ള കാഹളം മുഴങ്ങി. സദ്ദാം ഹുസൈനെതിരായുള്ള യുദ്ധമാണത്. പ്രതിരോധിക്കാനാകും എന്നുറപ്പില്ലാത്ത ഒരു യുദ്ധം. ഇറാഖിനെതിരെ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതി ഏകകണ്ഠമായി പ്രമേയം പാസാക്കിയപ്പോൾ തന്നെ യുദ്ധം ഉറപ്പായതായി സദ്ദാമിന് ബോധ്യപ്പെട്ടിരുന്നു. പിന്നീട് സദ്ദാം ഹുസൈൻ നടത്തിയ എല്ലാ ശ്രമങ്ങളും തന്റെ നിരപരാധിത്വം ലോകത്തെ ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടിയാണ്. നിലപാടുകളിൽ ചിലതെങ്കിലും ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇത്തരമൊരു സന്ദർഭത്തിൽ അമേരിക്കയെപ്പോലെ ഒരു അന്യരാജ്യത്തിന് ഇറാഖിൽ എന്ത് കാര്യമെന്ന ചോദ്യം ലോകരാജ്യങ്ങൾക്കിടയിൽ ഉയർന്നു. അമേരിക്കൻ വാർത്താ ചാനലായ CBS ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ സദ്ദാം ഇക്കാര്യങ്ങൾ ഓരോന്നും വിശദമായി തന്നെ പറഞ്ഞു. മാത്രമല്ല, ഒരു തുറന്ന സംവാദത്തിനായി പ്രസിഡന്റ് ജോർജ് ബുഷിനെ ക്ഷണിക്കുകയും ചെയ്തു. കഴിഞ്ഞ ഒരു ദശകത്തിനുള്ളിൽ ഇതാദ്യമായാണ് സദ്ദാം ഹുസൈൻ ഒരു അമേരിക്കൻ ടെലിവിഷൻ ചാനലിന് അഭിമുഖം നൽകുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ ആ അഭിമുഖം അമേരിക്കയിൽ മാത്രമല്ല, ലോകത്താകെയുള്ള ടെലിവിഷൻ ചാനലുകളിൽ സംപ്രേക്ഷണം ചെയ്തു. പതിവിൽ നിന്നും വ്യത്യസ്തമായി ഒരു അമേരിക്കൻ ടെലിവിഷൻ ചാനലിന്റെ പരിപാടി പൂർണ്ണമായും ഇറാഖിലെ ടെലിവിഷൻ ചാനലുകളിലും കാണിച്ചു. സദ്ദാം ഹുസൈനെക്കുറിച്ചുള്ള പരസ്യചിത്രങ്ങളും ഭരണനേട്ടക്കഥകളും ടെലിവിഷൻ ചാനലുകളിൽ വരാറുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു അഭിമുഖം അടുത്ത കാലത്തെങ്ങും കണ്ടതായി ഇറാഖിലെ ജനങ്ങൾക്ക് ഓർമ്മയില്ല. ഏതായാലും ഈ അഭിമുഖം അവർക്ക് സ്വന്തം പ്രസിഡന്റിനെ കാണാനും അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാനുമുള്ള ഒരവസരമായി. അഭിമുഖത്തിലുടനീളം അമേരിക്കയും ബ്രിട്ടനും ഉന്നയിക്കുന്ന ഓരോ ആരോപണങ്ങൾക്കും സദ്ദാം മറുപടി പറഞ്ഞു. ഇറാഖും ഇറാനും ഉത്തര കൊറിയയും ചേർന്ന് തിന്മയുടെ ഒരു അച്ചുതണ്ടായി മാറിയെന്ന് ബുഷിന്റെ ആരോപണത്തെ പരിഹാസത്തോടെ സദ്ദാം തള്ളിക്കളഞ്ഞു. തിന്മയുടെ കുഴലൂത്തുകാരനായി പ്രവർത്തിക്കുന്നത് അമേരിക്കയാണ്. അനധികൃതമായി ഒരായുധവും ഇറാഖ് കൈവശം വച്ചിട്ടില്ല. സദ്ദാം തിരിച്ചടിച്ചു. സെപ്റ്റംബർ 11 അമേരിക്കയിൽ നടന്ന ആക്രമണങ്ങളുമായി തനിക്കൊരു ബന്ധവുമില്ല. താനൊരിക്കലും ഇറാഖ് വിട്ടുപോവുകയുമില്ല. പ്രകോപനമുണ്ടായാൽ ഇറാഖിലെ ഓരോ പൗരനും ശക്തമായി തിരിച്ചടിക്കും. സദ്ദാം വിശദമായി തന്നെ പറഞ്ഞു. ഞങ്ങൾ ഓരോരുത്തരും രാജ്യത്തിനു വേണ്ടി പൊരുതും. ഞങ്ങൾ വിജയിക്കും. അല്ലെങ്കിൽ രാജ്യത്തിന്റെ അഭിമാനം സംരക്ഷിക്കാനുള്ള ശ്രമത്തിനൊടുവിൽ ഇവിടെ വീണു മരിക്കും. തീവ്രവികാരത്തോടെ സദ്ദാം പറഞ്ഞവസാനിപ്പിച്ചു. ഇറാഖിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞ ഭരണാധികാരികളുടെ ഹൃദയത്തിൽ സദ്ദാം ഹുസൈന്റെ ഈ സംഭാഷണം ഒരു ചലനവും സൃഷ്ടിച്ചില്ല. ആ അഭിമുഖത്തിൽ ഒരു തുറന്ന ചർച്ചയ്ക്കായി ജോർജ് ബുഷിനെ സദ്ദാം ക്ഷണിച്ചുവെങ്കിലും ബുഷ് ആ ക്ഷണം നിരസിച്ചു. സദ്ദാം ഹുസൈനുമായി ഒരാശയവിനിമയത്തിനും ഒരുക്കമല്ലെന്നാണ് ജോർജ് ബുഷിന്റെ നിലപാട്. വൈകാതെ അമേരിക്കയും ബ്രിട്ടനും ഇറാഖുമായുള്ള അവരുടെ നയതന്ത്ര ബന്ധങ്ങൾ അവസാനിച്ചതായി പ്രഖ്യാപിച്ചു. ഇറാഖ് എന്ന രാജ്യത്തെക്കാൾ സദ്ദാം ഹുസൈൻ എന്ന വ്യക്തിയെയാണ് ബുഷ് ഭരണകൂടം ലക്ഷ്യം വയ്ക്കുന്നത്. വർഷങ്ങളായി ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതി തയ്യാറാക്കിയ നിബന്ധനകളെ നിരന്തരം ലംഘിക്കുന്ന സദ്ദാം അവർക്കൊരു തലവേദനയായിരിക്കുന്നു. യുദ്ധം ഉറപ്പായപ്പോൾ സദ്ദാം ഹുസൈൻ
തന്റെ ആൺമക്കളെ ഇരുവരെയും വിളിപ്പിച്ചു. യുദ്ധമുണ്ടായാൽ തൽക്കാലത്തേക്കെങ്കിലും ഭരണം നഷ്ടപ്പെടാനാണ് സാധ്യത. സദ്ദാം കുടുംബത്തെ ഒന്നാകെയാണ് ശത്രുക്കൾ ലക്ഷ്യം വച്ചിരിക്കുന്നത്. മറ്റുള്ളവരെക്കാൾ ഏറെയായി ഉദയ് ഹുസൈനെയും ഖുസായ് ഹുസൈനെയും. ഉദയാകട്ടെ അയാളുടെ പത്രത്തിലൂടെ പാശ്ചാത്യ ശക്തികളെ അതിരൂക്ഷമായി കടന്നാക്രമിക്കുന്നുണ്ട്. മധ്യപൂർവ്വ ദേശത്തെയാകെ കൈപ്പിടിയിലൊതുക്കാൻ അമേരിക്ക കണ്ടെത്തിയ ഒരു ഉപായമാണ് ഇറാഖ്. ഉദയ് ഹുസൈൻ തന്റെ പത്രത്തിൽ എഴുതി. പാലസ്തീൻകാരെ ജോർദാനിലേക്ക് മാറ്റിപ്പാർപ്പിക്കാനും സൗദി അറേബ്യയെ ചുരുങ്ങിയത് 4 രാജ്യങ്ങളായി വിഭജിക്കാനും അമേരിക്ക ഉദ്ദേശിക്കുന്നു, അയാൾ കൂട്ടിച്ചേർത്തു. ഇറാഖിൽ അധിനിവേശം നടത്തിക്കളയാമെന്ന മോഹവുമായി അതിർത്തിയിലെത്തുന്നവർ അമേരിക്കക്കാരോ ബ്രിട്ടീഷുകാരോ അതല്ല മറ്റാരെങ്കിലുമോ ആയിക്കോട്ടെ, അവരുടെ തല ഇവിടെ പറന്നു നടക്കുന്നത് കാണാം. സ്വന്തം പേരിലെഴുതിയ മറ്റൊരു ലേഖനത്തിൽ ഉദയ് ഹുസൈൻ വ്യക്തമാക്കി, കുടുംബത്തിന്റെ അഭിമാന പ്രശ്നമാണ് അമേരിക്കയെ പരാജയപ്പെടുത്തേണ്ടത് എന്നാണ് ഉദയ് ഹുസൈനും ഖുസായ് ഹുസൈനും വിചാരിക്കുന്നത്. സദ്ദാം കുടുംബത്തിന്റെ അഭിമാനവും ഇറാഖിന്റെ അഭിമാനവും ഒന്നു തന്നെയാണ്. ഈ ഘട്ടത്തിൽ തങ്ങൾക്കൊപ്പം നിൽക്കാൻ അവർ ഇറാഖിലെ യുവാക്കളോട് ആഹ്വാനം ചെയ്തു. ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അമേരിക്കയും ബ്രിട്ടനും നടത്താൻ പോകുന്ന ആക്രമണങ്ങൾ ഇറാഖിന്റെ സമ്പന്നമായ പ്രകൃതി വിഭവങ്ങൾ കൊള്ളയടിക്കാൻ വേണ്ടിയാണെന്ന് ഉദയ് തന്റെ പത്രത്തിലൂടെ നിരന്തരം ആരോപിച്ചു. ഇറാഖിൽ പൊതുവായുള്ള എണ്ണയ്ക്ക് പുറമെ ഇറാഖിന്റെ വടക്കൻ മേഖലയിൽ സ്വർണവും യുറേനിയവും മറ്റ് ധാതുക്കളുമുണ്ട്. അത് കൈക്കലാക്കാൻ വേണ്ടിയാണ് അമേരിക്ക ഇറാഖിലെ കുർദ് മേഖലയെ വിഭജിക്കാൻ ശ്രമിക്കുന്നതെന്നാണ് മറ്റൊരാരോപണം. ഇതിനെ പ്രതിരോധിക്കാൻ ഇറാഖിലെ യുവാക്കൾ ഓരോരുത്തരും മുന്നോട്ടു വരണമെന്നാണ് സദ്ദാമിന്റെ മക്കളുടെ ആഹ്വാനം. യുദ്ധമുറപ്പായതിനു ശേഷം മക്കളെ വിളിച്ചുവരുത്തിയ സദ്ദാം നിലവിലെ സ്ഥിതികൾ അവരുമായി ചർച്ച ചെയ്തു. ഉദയ് ഹുസൈന്റെ മാനസിക ശാരീരിക ആരോഗ്യത്തെക്കുറിച്ച് സദ്ദാമിന് ആശങ്കയുണ്ട്. ഖുസായ് ഹുസൈന് ഉദയ് ഹുസൈനെ സംരക്ഷിക്കാനുള്ള ചുമതല കൂടി നൽകി. അവർ മൂവരും ചേർന്ന് കുറച്ചുനേരം ടെലിവിഷനിൽ ഇറാഖ് യുദ്ധത്തെക്കുറിച്ച് വരുന്ന വാർത്തകൾ കണ്ടു. അപ്പോഴേക്കും ഇറാഖിന്റെ അതിർത്തിയിൽ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സൈനികരും യുദ്ധവിമാനങ്ങളും എത്തിത്തുടങ്ങിയിരുന്നു. ഇനി കാത്തിരിക്കാനില്ല. ഇറാഖിലെ ബാങ്കുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന തന്റെ അളവറ്റ പണം പിൻവലിക്കാൻ സദ്ദാം ഖുസായ് ഹുസൈന് നിർദ്ദേശം നൽകി. 2003 മാർച്ച് 17 ബുഷിന്റെ അന്ത്യശാസനത്തെക്കുറിച്ചുള്ള വാർത്തകൾ അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അമേരിക്കൻ മാധ്യമങ്ങളിൽ ജോർജ് ബുഷ് സദ്ദാം ഹുസൈന് അന്ത്യശാസനം നൽകിയതായി വാർത്തകൾ വന്നു. ഇറാഖിന്റെ പ്രസിഡന്റ് പദവി ഒഴിയാനും 48 മണിക്കൂറിനുള്ളിൽ രാജ്യം വിട്ടുപോകാനുമാണ് നിർദ്ദേശം. ഒരവസാന അവസരമെന്ന നിലയിൽ 48 മണിക്കൂർ. അതിനുള്ളിൽ ഇറാഖിന്റെ സിംഹാസനം ഒഴിഞ്ഞ് ഇറാഖ് വിട്ടുപോകണം, അല്ലെങ്കിൽ യുദ്ധം നേരിടേണ്ടി വരും. Saddam Hussein and his sons must leave Iraq within 48 hours. Their refusal to do so will result in military conflict, commenced at a time of our choosing. For their own safety, all foreign nationals, including journalists and inspectors, should leave Iraq immediately. സദ്ദാം തന്റെ നിലപാട് നേരത്തെ വ്യക്തമാക്കിയതാണ്. അയാൾ എവിടെയും പോകുന്നില്ല, പദവി ഒഴിയുന്നുമില്ല. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ
സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. 2003 മാർച്ച് 18. ഇറാഖ് ആകെ ആശങ്കയുടെ മുൾമുനയിലാണ്. തൊട്ടടുത്ത ദിവസം മുതൽ അമേരിക്കൻ അധിനിവേശം ആരംഭിക്കുമെന്ന ഒരഭ്യൂഹം ജനങ്ങൾക്കിടയിൽ പ്രചരിക്കുന്നു. കുവൈറ്റിൽ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ തുടർച്ചയായി വന്നിറങ്ങുന്നു. അന്ന് അതിരാവിലെ 4 മണിയോടെ 3 വലിയ ട്രെയിലർ ട്രക്കുകൾ ഇറാഖി സെൻട്രൽ ബാങ്കിന് മുന്നിൽ വന്നു നിന്നു. അതിനൊപ്പമുള്ള ആഡംബര കാറിൽ നിന്നും ഖുസായ് ഹുസൈൻ പുറത്തിറങ്ങി. ഖുസായ് ഹുസൈന്റെ വിശ്വസ്തരായ ഏതാനും ഉദ്യോഗസ്ഥരും. ബാങ്ക് ഉദ്യോഗസ്ഥർക്ക് ഖുസായ് തന്റെ കയ്യിൽ സൂക്ഷിച്ചിരുന്ന കടലാസ് നൽകി. സദ്ദാം ഹുസൈൻ സ്വന്തം കൈപ്പടയിൽ എഴുതിയ ഒരു കുറിപ്പായിരുന്നു അത്. പണം പിൻവലിക്കാൻ ഖുസായ് ഹുസൈന് അനുമതി നൽകുന്നതായാണ് അതിൽ എഴുതിയിരിക്കുന്നത്. സദ്ദാമിന്റെ ഉത്തരവനുസരിച്ച് ബാങ്കിൽ നിന്നും അവർ അതിഭീമമായ തുക പിൻവലിച്ചു. $900 മില്യൺ $100 മില്യൺ വിലമതിക്കുന്ന യൂറോയും ബാക്കി ബാങ്ക് നോട്ടുകളുമാണ് പിൻവലിച്ചത്. ബാങ്കിംഗ് മേഖലയുടെ അതുവരെയുള്ള ചരിത്രം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭീമമായ സാമ്പത്തിക ഇടപാട്. ഖുസായ് ഹുസൈന്റെ മേൽനോട്ടത്തിൽ അയാൾക്കൊപ്പം വന്നവർ ചേർന്ന് പണം മുഴുവൻ ട്രക്കുകളിൽ നിറച്ചു. വാഹനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ബാങ്കിന്റെ അങ്കണം വിട്ടുപോയി. ഇറാഖി സെൻട്രൽ ബാങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നുവെന്ന് അമേരിക്കൻ സൈന്യത്തിന് വിവരം കിട്ടിയിരുന്നു. ആ പണവുമായി സദ്ദാം ഹുസൈന്റെ മക്കളും ബന്ധുക്കളും രാജ്യം വിടുമെന്നാണ് അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും അനുമാനം. സിറിയൻ അതിർത്തിയിലേക്ക് പോയിക്കൊണ്ടിരുന്ന ചില ട്രക്കുകളിൽ അവർ പരിശോധന നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. പണം എവിടേക്കെത്തി എന്നത് സംബന്ധിച്ച അന്വേഷണങ്ങൾ മുന്നോട്ടു പോയതുമില്ല. സദ്ദാം ഹുസൈനും പുത്രന്മാരും ഇറാഖ് മന്ത്രിസഭയിലെ മന്ത്രിമാരും ബാത്ത് പാർട്ടിയുടെ മുതിർന്ന നേതാക്കളും ഒളിവിൽ പോയി. സദ്ദാം ഹുസൈന്റെ ഭാര്യമാരും പെൺമക്കളും എന്താണ് സംഭവിക്കുന്നതെന്ന് ടെലിവിഷൻ ചാനലുകളിൽ കണ്ടുകൊണ്ടിരുന്നു. ഇനി എന്തു ചെയ്യണമെന്നറിയണമെങ്കിൽ സദ്ദാമിൽ നിന്ന് നിർദ്ദേശം കിട്ടണം. അതിനായി കാത്തിരിക്കുകയാണ് അവർ. യുദ്ധം പടിവാതിൽക്കലെത്തിയതോടെ ലോകരാജ്യങ്ങൾ കുറേശ്ശെയായി നിസ്സംഗത വിട്ടുണർന്നു. നിരവധി രാജ്യങ്ങൾ ഇറാഖിനുമേൽ അമേരിക്കയും ബ്രിട്ടനും നടത്താൻ പോകുന്ന യുദ്ധത്തെ എതിർത്തു. ഇത് നീതിയല്ല, നിങ്ങൾ ഈ നീക്കത്തിൽ നിന്ന് പിൻവാങ്ങണം, അവർ ദുർബലമായ ശബ്ദത്തിൽ പ്രതിരോധിച്ചു. അതുകൊണ്ട് ഫലമൊന്നുമുണ്ടായില്ല. അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ആയിരക്കണക്കിന് സൈനികർ ഇറാഖിന്റെ മണ്ണിൽ പറന്നിറങ്ങി. 2003 മാർച്ച് 20 യുദ്ധം ആരംഭിച്ചു. ഇറാഖിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. അവർ സർക്കാരിന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വാർത്തകളെ അറിയാറുള്ളൂ. പെട്ടെന്നൊരു ദിവസം അവരുടെ തെരുവുകളിൽ തോക്കുകളുമായി അമേരിക്കയുടെയും ബ്രിട്ടന്റെയും പട്ടാളക്കാർ പ്രത്യക്ഷപ്പെട്ടു. അവർ സംശയത്തോടെ ആ തോക്കുകൾ നാട്ടുകാരായ ആളുകൾക്ക് നേരെ തിരിക്കുന്നു. അവർക്കപരിചിതമായ ഭാഷയിൽ എന്തൊക്കെയോ ചോദിക്കുന്നു. അധിനിവേശത്തിന്റെ തുടക്കത്തിൽ ഇറാഖിലേക്കെത്തിയത് 1,60,000 വിദേശ സൈനികരാണ്. അവരിൽ 1,30,000 പേരും അമേരിക്കൻ സൈനികരായിരുന്നു. 45,000 ബ്രിട്ടീഷ് സൈനികർ. അവർക്കു പുറമെ ഓസ്ട്രേലിയയിൽ നിന്ന് 2,000 സൈനികരും പോളണ്ടിൽ നിന്ന് 194 പേരും
അമേരിക്കൻ സൈന്യത്തിനൊപ്പം ചേർന്നു. ഇറാഖിലേക്ക് കടന്നുകയറുന്നതിന് മുന്നോടിയായുള്ള തയ്യാറെടുപ്പിനായി 1,00,000 അമേരിക്കൻ പട്ടാളക്കാർ മാർച്ച് 18 തന്നെ കുവൈറ്റിൽ എത്തിയിരുന്നു. കുവൈറ്റിനു പുറമെ ഇറാഖിന്റെ വടക്കുഭാഗത്തുള്ള കുർദിഷ് മേഖലയിലെ കുർദ് സൈനികരും അമേരിക്കൻ സേനയെ പിന്തുണച്ചു. മാർച്ച് 20 ബാഗ്ദാദിൽ സദ്ദാം ഹുസൈൻ പ്രധാനമായും താമസിക്കാറുള്ള കൊട്ടാരത്തെയും അതിനോട് ചേർന്നുള്ള വിശാലമായ ബങ്കർ നിരയെയും ആക്രമിച്ചുകൊണ്ടായിരുന്നു അവരുടെ തുടക്കം. സദ്ദാം ഹുസൈൻ അവിടെ തന്നെ ഉണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിച്ചു. സദ്ദാം മാത്രമല്ല, സദ്ദാമിന്റെ പ്രധാനപ്പെട്ട അനുയായികളെല്ലാം അവിടെ ഉണ്ടെന്നും അവരടിയന്തര യോഗം ചേരുകയാണെന്നും ഒരു വിവരം കിട്ടിയതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു ആക്രമണം. എന്നാൽ അവർക്ക് കിട്ടിയ വിവരം തെറ്റായിരുന്നു. സദ്ദാമോ മറ്റുള്ള പ്രധാനികളോ ആരും അവിടെ ഉണ്ടായിരുന്നില്ല. സദ്ദാം ഹുസൈനും മക്കളും ഇറാഖിലെ ഒട്ടുമിക്ക പ്രധാന നേതാക്കളും ഒളിസങ്കേതങ്ങളിലേക്ക് മാറിക്കഴിഞ്ഞിരുന്നു. ഒളിവിലാണെങ്കിലും സദ്ദാം തന്റെ സൈനികരോട് അമേരിക്കൻ സേനയെ പ്രതിരോധിക്കാൻ നിർദ്ദേശിച്ചു. അവരാ വാക്കുകൾ അനുസരിച്ചുകൊണ്ട് ബാഗ്ദാദിലെയും മറ്റു പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെയും തെരുവുകളിൽ അണിനിരന്നു. വർഷങ്ങളായി UN ഉപരോധം തുടരുന്നതിനാൽ പരിമിതമായ യുദ്ധോപകരണങ്ങളും ആയുധങ്ങളുമേ ഇറാഖി സൈന്യത്തിന്റെ കയ്യിലുള്ളൂ. വമ്പൻ ബോംബർ വിമാനങ്ങളും മിസൈലുകളും അണിനിരത്തിക്കൊണ്ട് ഇറാഖിനെ ഒന്നാകെ വിഴുങ്ങാൻ നിൽക്കുന്ന അമേരിക്കൻ സൈന്യത്തിനു മുന്നിൽ ഇറാഖിന്റെ ചിതറിപ്പോയ സേന പിടിച്ചു നിൽക്കാനാവാതെ ബുദ്ധിമുട്ടി. പോരാത്തതിന് അവരുടെ സൈന്യാധിപൻ ഒളിവിലുമാണ്. ടെലിവിഷൻ ചാനലുകളിൽ ഒരിക്കൽ കൂടി ആളുകൾ ഒരു യുദ്ധം ലൈവായി കാണുകയാണ്. ഇറാഖിനു മീതെ പറന്നു നടക്കുന്ന യുദ്ധവിമാനങ്ങൾ, തുടരെ പതിക്കാൻ തുടങ്ങിയ ബോംബുകൾ, മിസൈലുകൾ, ഇതെല്ലാം ലോകത്തെ നടുക്കി. അമേരിക്കയുടെ ഓരോ നീക്കവും കൃത്യമായ കണക്കുകൂട്ടലോടെയാണ്. യുദ്ധം ചെയ്യാൻ ഒരുങ്ങിവന്ന അമേരിക്കൻ സൈനികർ ഇറാഖിന്റെ എണ്ണക്കിണറുകൾ സംരക്ഷിക്കാനുള്ള ചുമതല കൂടി ഏറ്റെടുത്തു. അത് അവർക്ക് കിട്ടിയ നിർദ്ദേശമാണ്. പരാജയം ഉറപ്പായപ്പോൾ കുവൈറ്റിലെ എണ്ണക്കിണറുകൾ സദ്ദാമിന്റെ ആളുകൾ തീവച്ച് നശിപ്പിച്ചിരുന്നു. വൻ സാമ്പത്തിക നഷ്ടത്തിനു പുറമെ ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങളും അന്ന് അതിന്റെ ഫലമായി സംഭവിച്ചു. അതാവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു മുൻകരുതൽ. കുവൈറ്റിന്റെ അതിർത്തിയിലുള്ള എണ്ണക്കിണറുകൾക്കും അമേരിക്ക പ്രത്യേകം സംരക്ഷണമൊരുക്കി. കുറച്ചാളുകളെ ഇതിനായി മാറ്റിവെച്ചുകൊണ്ട് അധിനിവേശ സൈനികർ ഇറാഖിന്റെ പ്രധാന കേന്ദ്രങ്ങളിലേക്ക് മാർച്ച് ചെയ്തു.